നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതെന്നോടല്ല, നിന്റെ ഈ ഏട്ടത്തിയോട് പറയും. ഇപ്പൊ തന്നെ ഇതെല്ലാം വാങ്ങണമെന്ന് ഇവക്ക് വാശിയായിരുന്നു. അത് പിന്നെ നമ്മളായിട്ട് മൂക്ക് എന്തേലും വാങ്ങണ്ടേ അല്ലേ മോളെ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് കാണണം. എന്റെ നമ്പർ ഉണ്ടല്ലോ അല്ലേ? പഴയ നമ്പർ തന്നെയാ. ഉണ്ട് മാഡം. അപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് ശിവരാമൻ എന്നെ വിളിക്കേ. തന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ശരി മാഡം. ഹലോ, നീ എവിടെ? ഒന്ന് കാണണം. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചത് എന്റെ ഒരു കാര്യത്തിന് കൂടെ നിന്ന് സഹായിക്കാനാ. സഹായം എന്ന് പറഞ്ഞാ വലിയൊരു സഹായം. മുൻപ് ഞാൻ ഏൽപ്പിച്ച ജോലി നിത്യ കൃത്യമായിട്ട് ചെയ്തില്ല. ഒരവസരം കൂടെ തരിക. ഈ അവസരത്തിനുള്ള പ്രതിഫലവും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാ. സ്വന്തമായൊരു വീടെന്ന നിത്യയുടെ എക്കാലത്തെയും ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരും. ശിവരാമന് സ്വന്തം മകളെ നല്ല രീതിയിൽ വളർത്തണം. ഒരു കുറവും വരാതെ വളർന്നു വലുതായി വലിയ നിലയിലെത്തിക്കണം. അതിന് എന്തും ചെയ്യാൻ തയ്യാറാണ്. അല്ലേ ശിവരാമ? അങ്ങനെയല്ലേ? അതെ. ഞാൻ ശിവരാമനോടൊരു കാര്യം ചോദിക്കട്ടെ. ശിവരാമന്റെ മകൾ നെല്ലിശ്ശേരിയിലുള്ള സൗകര്യങ്ങളോടുകൂടി വളർന്നാ മതിയോ? മാഡം എന്തൊക്കെയാ ചോദിക്കുന്നേ? ഒരു നിവൃത്തിയില്ലാത്ത ഞാൻ ഇത്രയും വലിയ സൗകര്യം എങ്ങനെ എന്റെ കുഞ്ഞിന് കൊടുക്കുന്നേ? അതിനുള്ള സൗകര്യം താൻ കൊടുക്കണ്ട, നെല്ലിശ്ശേരിക്കാര് കൊടുത്തോളൂ. തന്റെ മകൾ ജീവിക്കാൻ പോകുന്നത് ഇനി മുതൽ നെല്ലിശ്ശേരി വീട്ടിലാ. അവിടുത്തെ മുഴുവൻ സൗകര്യങ്ങളോടും കൂടി. മാഡം, എന്റെ മോളെ അവിടെ നിർത്താനൊന്നും അവിടെ ആരും സമ്മതിക്കാൻ പോകുന്നില്ല. ഒരിക്കലും നടക്കാത്തൊരു കാര്യം അത്. ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിന് നിന്നെ ഞാൻ വിളിച്ചു വരുത്തുവോ ശിവരാമ? നിങ്ങളുടെ മകളെ നോക്കാനും താമസിപ്പിക്കാനും അവിടെയുള്ളവർക്ക് മടി കാണും. പക്ഷേ സന്ദീപിന്റെ കുഞ്ഞിനോട് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ശിവരാമന് മനസ്സിലായിട്ടില്ല. നിത്യയ്ക്ക് മനസ്സിലായി അല്ല നിത്യ? എന്നാ തനിക്ക് മനസ്സിലായത് ശിവരാമന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്തേ. കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റണം. നിങ്ങളുടെ കുഞ്ഞിനെ സന്ദീപിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ താമസിപ്പിക്കണം. അതല്ലേ മാഡം ഉദ്ദേശിച്ചത്? അത് തന്നെ. സന്ദീപിന്റെയും ശിവരാമന്റെയും കുഞ്ഞുങ്ങൾ പിറന്നിരിക്കുന്നത് ഒരേ ദിവസാ, ഏതാണ്ട് ഒരേ സമയത്തും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തിയ ആരും അറിയില്ല എന്ന് മാത്രമല്ല, ശിവരാമൻ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സൗകര്യങ്ങൾ ശിവരാമന്റെ മകൾക്ക് കിട്ടും. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ശിവരാമന്റെ മകളും, കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് സേതുമാധവന്റെ കൊച്ചുമോളും. സേതുമാധവന്റെ കൊച്ചുമോളെന്ന് പറഞ്ഞ ചില്ലറ സംഭവമെല്ലാം തനിക്കറിയാലോ. ശിവരാമനൊന്ന് ഓർത്തു നോക്കിയേ. തന്റെ ചോരയിൽ പിറന്ന ആ മോളുടെ ഒരു ഭാഗ്യം. അളക്കാനാവാത്ത സമ്പത്തിന്റെ അവകാശിയായി മാറും തന്റെ മോള്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി ഞാനൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ശിവരാമൻ തന്നെ ചിന്തിക്കും. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും തന്റെ മകൾ ജീവിക്കണോ, എല്ലാ സൗകര്യത്തോടും കൂടി നെല്ലിശ്ശേരിയിൽ ജീവിക്കണമെന്ന്.
എന്ന് പറഞ്ഞാൽ ശിവരാമന് തന്റെ മകളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടൊന്നും കരുതണ്ട. തന്റെ കുഞ്ഞിനെ എടുക്കാനും ലാളിക്കാനും കാണാനും ഒക്കെയുള്ള അവസരം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിത്തരാം. പക്ഷേ നമ്മൾ 3 പേരും അല്ലാതെ മറ്റാരും ഇതറിയാതെ നോക്കണം. പ്രസവിച്ച തന്റെ ഭാര്യ പോലും. എന്താ, സമ്മതമാണോ ശിവരാമന്? ഇതിലിത്ര ആലോചിക്കാനൊന്നുമില്ല. ജനിച്ച ദിവസം തന്നെ നിങ്ങളുടെ മകൾക്കൊരു രാജയോഗം വന്നു കരുതിയാ മതി. താനും ഭാര്യയൊക്കെ ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടതകളൊക്കെ കുഞ്ഞിനെ കൊണ്ട് തീരാൻ പോവാ. നല്ലൊരു ബേബി ഫുഡ് പോലും വാങ്ങാൻ കാശില്ലാത്തവന്റെ മകൾ രാജകുമാരിയായി നെല്ലിശ്ശേരിയിൽ വാഴുന്നതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി ശിവരാമൻ. എനിക്ക് സമ്മതം. മാഡം പറഞ്ഞതൊക്കെ എനിക്ക് സമ്മതം. മതി, ഈ സമ്മതം മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. എല്ലാം വഴിയെ പറയാം. ഇനി നീ എന്താ ചെയ്യേണ്ടെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. വേണ്ട മാഡം, കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കെടുത്തിക്കോളാം ഇന്ന് തന്നെ. ചക്കരെ, എന്റെ മുത്തുമണി, അച്ഛനോട് പൊന്നുമോൾ എന്താ ചെയ്യുന്നേ? ആ, ഒന്ന് ചിരിച്ച് മക്കളൊന്ന് ചിരിക്കും. അങ്ങനെ ഒച്ചട ചങ്കക്കുടം. കരയല്ലേ? അയ്യോ കരയല്ലേ? കരയുന്നു. ആരാ വെറുതെ നോക്കി? ചക്കരേ, ഇതാരും നോക്കിയേ. വല്യമ്മ വിളിച്ചിട്ട് എന്താ കൊണ്ടുവന്നിരിക്കുന്നു നോക്കേ. ഇങ്ങോട്ട് നോക്ക്. ദേ കണ്ടോ കണ്ടോ, ഇതെല്ലാം മോക്കുള്ള ഉടുപ്പുകളാ. ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതെന്നോടല്ല, നിന്റെ ഈ ഏട്ടത്തിയോട് പറയും. ഇപ്പൊ തന്നെ ഇതെല്ലാം വാങ്ങണമെന്ന് ഇവക്ക് വാശിയായിരുന്നു. അത് പിന്നെ നമ്മളായിട്ട് മോക്ക് എന്തേലും വാങ്ങണ്ടേ, അല്ലേ മോളെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.